ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ സ്റ്റഡി വ്ളോഗൊന്നും ഇടാത്തത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. അതങ്ങനെ ഞാൻ വെച്ച് ഇത്രയും ദിവസം നീണ്ടു. കഴിഞ്ഞ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പിട്ട വീഡിയോസിനേക്കാളും കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ അതേപോലെ തന്നെ കാണാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന അല്ല അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഓരോ രീതിക്കാണ് ഒരു സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയേക്കും, നോട്ട്സിൽ എഴുതിയേക്കും, സാധാരണ നോട്ട്ബുക്കിലൊക്കെ ഉള്ളതുപോലെ കയ്യിൽ അതിൽ എഴുതിച്ചാൽ മതി. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ കാര്യം ചെയ്തിട്ട് ടിക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ എല്ലാ ദിവസവും എഴുതിക്കൊള്ളുന്നില്ല. ചില സമയത്ത് ഞാൻ എൻ്റെ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളോ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൽ എഴുതിയതിന് ശേഷം പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഡയറിയിൽ കാൽക്കുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നീറ്റിൻ്റെ ഇപ്പോൾ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ മീൻസ് ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ നമുക്ക് ഈ കാൽക്കുലേഷൻ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കാം, എന്നാൽ പോലും നമുക്കിത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ സ്പീഡിൽ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ ഇല്ലാതെ എല്ലാം ആണല്ലോ നമ്മൾ എൻട്രൻസ് എക്സാമൊക്കെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിൽ കുറേ ക്ലാസ്സസൊക്കെ ഉണ്ട് അങ്ങനെ ബേസിക് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നീറ്റിന് പറ്റിയ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് നേരത്തേനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി സ്പീഡിൽ ആൻസേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ആ ഇക്വേഷൻ അറിയായിരിക്കും. ഞാൻ ഇക്വേഷനിൽ അതൊക്കെ നമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുമെങ്കിലും ലാസ്റ്റ് ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് എന്താ ആൻസർ ഇപ്പം നെഗറ്റീവ് മാർക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതിനൊക്കെ മാറി കുറച്ച് നെഗറ്റീവ് മാർക്കൊക്കെ കുറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ട്. അപ്പോൾ കാൽക്കുലേഷനിൽ കുറച്ച് ബാക്കുള്ളവർ എന്തായാലും ഇതുപോലെ ചെയ്യുക. ഒരു പുസ്തകത്തിൽ ഫസ്റ്റ് എഴുതി വെക്കുക. പിന്നെ നമ്മളത് നോക്കണം ഉണ്ടാവില്ല. നമുക്കതിന് ഓർമ്മ വരും ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഫസ്റ്റ് വെച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചത് നോക്കി ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ സ്പീഡായിക്കൊള്ളുന്നുണ്ടെന്നല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അപ്പോൾ നമുക്ക് സ്പീഡായിക്കൊണ്ട് പോകും. ഇപ്പോൾ അത്യാവശ്യം സ്പീഡായിട്ടുണ്ട്. കുറച്ച് മാർക്കൊക്കെ കുറേ അല്ല, എന്നാലും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ നോട്ട്സ് എഴുതാൻ പോയി. ഞാൻ ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ദിവസം മുമ്പത്തെ വീടാണ്. അപ്പോൾ തോന്നുന്നു ബോട്ടണിയ അല്ലെങ്കിൽ സുവോളജി ഏതോ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ അത് ഫ്രണ്ട് അയച്ച നോട്ട് ഞാൻ എഴുതിയെടുത്തു. പിന്നെ റെക്കോർഡൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എടുത്തോളം കിട്ടിയിട്ടില്ല, കിട്ടിയിരിക്കും. അപ്പോൾ അത് പിന്നെ ഇതിലെന്തായാലും ഇല്ല. ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് ഇതാണ്. അപ്പോൾ നോട്ട്സ് ചെയ്തതാണ്. അപ്പോൾ ആ നോട്ട്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത നോട്ട്സ് എടുത്തു. ഏത് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ അതും കംപ്ലീറ്റ് ആക്കാണ്. ഇതിലധികം കുറച്ച് ഞാൻ നോട്ട്സ് തന്നെ എഴുതിയിട്ടുണ്ടാവും. എല്ലാ ദിവസവും തന്നെയാണ് കുറേ നോട്ട്സ് എഴുതാനുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻട്രൻസിൻ്റെ ഒക്കെ പഠിക്കാറ്. അപ്പോൾ ഞാൻ മാത്സും ഇംഗ്ലീഷും മാത്രമാണ് +2ൻ്റെ ക്ലാസ് ആയിട്ട് ഞാൻ നോക്കല്. ബാക്കിയുള്ള 4 സബ്ജക്ട്സും ഞാൻ എന്തായാലും ഫിസിക്സും അതേപോലെ കെമിസ്ട്രിയും ബോട്ടണി സുവോളജി ഇത് എൻട്രൻസിൻ്റെ തന്നെ ക്ലാസ് നോക്കലാണ്. അതുതന്നെ മതി നമുക്ക് സ്കൂൾ ബോർഡിനും. പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ +2ൻ്റെ ബാച്ചിൽ പോയിട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഇപ്പോൾ എക്സാം വരുമ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസറൊക്കെ എഴുതാൻ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ സ്കൂളിലൊക്കെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് മാത്സ് ആയിരുന്നുണ്ട്. മാത്സിൽ അത്യാവശ്യം മാർക്കുണ്ട്. 10 മാർക്കിലായിരുന്നു എനിക്ക് എക്സാം. 10ൽ 8 മാർക്കുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫിസിക്സ് എഴുതി. അതിന് ശേഷം പിന്നെ എനിക്ക് മാത്സിലൊരു ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതായത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഇല്ലേ. അപ്പോൾ അത് സമയം സ്കൂളിൽ നമുക്ക് ഫസ്റ്റ് ആ ചാപ്റ്ററാണ് എടുത്തത്. എന്നാൽ ട്യൂഷനിൽ മാട്രിസസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. രണ്ടാമതാണ് റിലേഷൻ ഫങ്ഷൻസ് എടുത്തത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ട്യൂഷനിൽ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇങ്ങനെ അറിയാത്ത ടൈമിൽ ഞാൻ നോക്കിയതാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചു ആ ചാപ്റ്റർ. അതിന് ശേഷമാണ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായത്. അതിന്
ശേഷം പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റത്തെ ദിവസമാണെന്ന് തോന്നി. ഞാൻ 2 ദിവസത്തെ വ്ളോഗ് മിക്സ് ആക്കിയിട്ടിട്ടതാണ്. അല്ലെങ്കിൽ ചെറിയ വ്ളോഗാകും, ഇതന്നെ ചെറുതാണ്. പിന്നെ എനിക്ക് പിറ്റത്തെ ദിവസം ഇംഗ്ലീഷായിരുന്നു ഏതാണ്ട്, അതായത് ട്യൂഷനിലത്തെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്യൂഷനിലത്തെ ഇംഗ്ലീഷ് നോട്ട്. എനിക്ക് ഈ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അതായത് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ദ എംപവർ, അതിൻ്റെ നോട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, സ്റ്റഡി വ്ളോഗ്. വലുതായിട്ടൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ പറയും മാത്രം, ഞാൻ ചെയ്യുന്ന ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കാൽക്കുലേഷൻസൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് തന്നെ നേരം ആൻസേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ അറിയാമെന്നെങ്കിലും കാൽക്കുലേഷൻ തെറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇനി ഇന്നത്തെ വ്ളോഗാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള സ്റ്റഡി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.